അൻവർ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ്. MLA-മാർ അടക്കം കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിൽ എത്തുമെന്ന് PV അൻവർ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് TMC നേതൃത്വം പറയുന്നു. MLA-മാരായ U പ്രതിഭ, കോവൂർ കുഞ്ഞിമോൻ, KP മോഹനൻ, KK രമ, തോമസ് K തോമസ് എന്നിവർ തൃണമൂലിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് കത്തിൽ PV അൻവർ TMCയെ അറിയിച്ചത്. G സുധാകരൻ, C ദിവാകരൻ, സുരേഷ് കുറുപ്പ്, CK പത്മനാഭൻ, AV ഗോപിനാഥ്, കാരാട്ട് റസാഖ്, KK ഷാജു, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങി ഒട്ടേറെ പേർ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. മമതാ ബാനർജിക്കാണ് കത്ത് നൽകിയത്. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശരത്ത്, ഈ ഗുഡ് ഈവനിങ്. പറഞ്ഞ പോലെ PV അൻവർ കുറച്ചു മുൻപാണ്, അതായത് മണിക്കൂറുകൾക്ക് മുൻപാണ് മാധ്യമങ്ങളെ കണ്ടതും TMC വിടുകയാണെന്നും ഒക്കെ പ്രഖ്യാപിച്ചത്. തൊട്ട് പിന്നാലെ TMC നേതൃത്വം തന്നെ അൻവർ അയച്ച കത്ത് പുറത്തുവിട്ടിരിക്കുന്നു. കത്തിലാണെങ്കിൽ സംസ്ഥാനത്തെ പല പ്രമുഖ നേതാക്കളുമുണ്ട്. ഗുഡ് ഈവനിങ് ശ്രീലക്ഷ്മി. ഇത് തന്നെയാണ് അൻവറിനെ കുറിച്ച് വ്യക്തമാക്കിയത്. അൻവറിനെ കുറിച്ച് തൃണമൂൽ നേതൃത്വം, മലയാളിയ തൃണമൂൽ നേതൃത്വം തന്നെ ഇത് വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നേതാവെന്നാണ്. മമതാ ബാനർജിയുമായി തൃണമൂൽ ചേരുമ്പോൾ തൻ്റെ KCC, തൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യം, നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊണ്ടുള്ള ഒരു കത്താണ് TMCയിലെ അംഗത്വത്തിന് വേണ്ടി അൻവർ നൽകിയത്. നമുക്കറിയാം, കേരള ഹൗസിലും കൊൽക്കത്തയിലും തമ്പടിച്ച് നിന്നിട്ട് തൃണമൂലിൽ ചേരുമെന്ന് പറഞ്ഞിട്ട് പോലും തൃണമൂലിൽ അംഗത്വം കിട്ടാൻ വളരെ കാലം കാത്തിരിക്കേണ്ടി വന്ന ഒരു സമയമുണ്ട് അൻവറിന്. അതുകൂടി കടക്കുമ്പോൾ അന്ന് നൽകിയ ഒരു കത്താണ്. ഈ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ തൃണമൂലിലേക്ക് ഒരു ഒഴുക്കു തന്നെ വരും. MLA-മാരുണ്ടാവും, പിന്നെ CPM ഇടഞ്ഞു നിൽക്കുന്ന MLA-മാരുണ്ട്, അതുപോലെ നേതാക്കളുണ്ട്. BJP ഇടഞ്ഞു നിൽക്കുകയാണ് CK പത്മനാഭൻ. BJP വിട്ട് തൃണമൂലിലേക്ക് വരും. അതായത് അതേപോലെ G സുധാകരൻ വരും. ഇത് നേരത്തെ സേതുലക്ഷ്മി വായിച്ച പേരുകളാണ്, അത് നീണ്ടുപോകുന്നുണ്ട്. അത് എവിടെ തൃണമൂൽ ആൾക്കാർ ഒരു ലാഫിംഗ് ടോക്കാക്കി അൻവറിനെ മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ഏതായാലും തൃണമൂൽ നേതൃത്വം ഇക്കാര്യത്തിൽ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത നേതാവ് എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം കാരാട്ട് റസാഖിനെ പോലും ഇതിൽ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഇപ്പം കോവൂർ കുഞ്ഞിമോനും U പ്രതിഭയും KK രമയൊക്കെ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ പ്രസ്താവന, അല്ലെ അൻവറിനെ ഇക്കാര്യത്തിൽ ഉദാഹരണമായിട്ട് CK പത്മനാഭൻ, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ മുതിർന്ന നേതാവുമാണ്. അദ്ദേഹം കോർ കമ്മിറ്റി അംഗമാണ് BJPയിലെ. അതുപോലെ തന്നെ KK രമ, അത് CPM വിരോധമുണ്ടെങ്കിൽ പോലും തൃണമൂലിലേക്ക് രമ കാലെടുത്ത് വെക്കും എന്ന കാര്യം സംശയമില്ല. ഇതിനൊക്കെ ഉപരിയായിട്ട് U പ്രതിഭ, G സുധാകരൻ, കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള തൃണമൂലിൻ്റെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഇവർക്കാർക്കും തന്നെ തൃണമൂലിന്റെ സഹായത്തിന് ആവശ്യമില്ല. അല്ലാതെ തന്നെ അപ്പം അൻവറിന്റെ ഓരോരോ കാര്യങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ TMC തന്നെ പുറത്തുവിട്ട കത്തിൽ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുകയായിരുന്നു ശരത്ലാൽ.